നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹബന്ധത്തിലേക്ക് കടക്കുന്നതിനിടയിൽ വഞ്ചനയിലൂടെ അല്ലെങ്കിൽ ചതിച്ച് ഒരു വ്യക്തിയെ സ്വന്തമാക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ആവർത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ അത് പലപ്പോഴും ദുരന്തത്തിൽ സമാപിക്കുന്നു എന്നതിന് ഏറ്റവും ഉദാഹരണമായ ഒരു സംഭവം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗോളിയറിൽ ഒരു കൊലപാതകം സംഭവിച്ചു. ഗോളിയറിലെ രൂപ് സിംഗ് സ്റ്റേഡിയത്തിന് സമീപം 28 വയസ്സുള്ള സ്ത്രീയെ സ്വന്തം ഭർത്താവ് വെടിവെച്ച് കൊന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു കൊലപാതകം നടന്നത്. അരവിന്ദ് പരിഹാർ എന്ന വ്യക്തിയാണ് ഭാര്യ നന്ദിനിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യ നന്ദിനിയെ അരവിന്ദ് പരിഹാർ തടഞ്ഞു നിർത്തുന്നു. ശേഷം ഒട്ടും താമസിക്കാതെ തന്നെ തോക്ക് പുറത്തെടുത്ത് തലയിലേക്കാണ് വെടിവെച്ചത്. ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് ഒരു വേർപിരിയലിന്റെ ഘട്ടത്തിലെത്തി വേർപിരിഞ്ഞു. പക്ഷേ അത് വേർപിരിഞ്ഞെടുത്തും അവസാനിക്കാതെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്നതാണ് ഏറ്റവും ഭീതിതമായ കാര്യം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞ് ജീവിക്കുന്നതിനിടയിലാണ് ഈ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പകൽ സമയത്ത് ആളുകൾ നോക്കി നിൽക്കുകയാണ്. അതായത് ആളുകളുടെ കൺമുന്നിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. പൊതുസ്ഥലത്ത് വെച്ചാണ് അരവിന്ദ് ഭാര്യ നന്ദിനിയെ വെടിവെച്ച് കൊന്നത്. അയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. പോലീസ് കണ്ണീർവാതക ഷെൽ പ്രയോഗിച്ചു. അപ്പോൾ മാത്രമാണ് ഇയാളെ കീഴടക്കാൻ സാധിച്ചത്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് നാട്ടുകാർ ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും നാട്ടുകാരുടെ ഒരു രോഷമൊക്കെ ഒരു പ്രതിഷേധമൊക്കെ അവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. നന്ദിനിയെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ഗോളിയാർ SP മാധ്യമങ്ങളോട് പറഞ്ഞത്. സെപ്റ്റംബർ 9 ഒരു സംഭവം ഉണ്ടായി. അതായത് നന്ദിനി SP ഓഫീസിൽ അരവിന്ദിനെതിരെ പരാതി നൽകിയ ദിവസമാണ് സെപ്റ്റംബർ 9. ആ പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്: തന്നെ വഞ്ചിച്ചു എന്നാണ് നന്ദിനി അരവിന്ദിനെതിരെ പരാതി നൽകിയത്. അതായത് വിവാഹം കഴിക്കുമ്പോൾ അരവിന്ദിന് കുട്ടികളുണ്ടായിരുന്നു, പക്ഷേ താനത് അറിഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള പരാതിയാണ് നന്ദിനി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം, 2024 നവംബറിൽ അരവിന്ദും അയാളുടെ സുഹൃത്ത് പൂജ പരിഹറും തന്നെ ആക്രമിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ നന്ദിനി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈ രണ്ടുപേർക്കുമിടെ അരവിന്ദിനും നന്ദിനിക്കുമിടയിൽ വഴക്കുകൾ സ്ഥിരമായിരുന്നു. പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കി അത് തീർച്ചയായിട്ടും എല്ലാവരും ഉപദേശം നൽകുക, വഴക്കുകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, അത് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് സംസാരിച്ച് സോൾവ് ആക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുക എന്ന നിർദ്ദേശമൊക്കെ അവർക്കും കിട്ടിയിരിക്കാം. ഇത്തരത്തിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു, സ്ഥിരമായിരുന്നു, പലതും ഒത്തുതീർപ്പാക്കി ദാമ്പത്യം തുടരുകയായിരുന്നു. പക്ഷേ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇവർ വേർപിരിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ വഴക്കുകളൊക്കെ സഹിക്കാൻ വയ്യാതെ വേർപിരിഞ്ഞു. പക്ഷെ വേർപിരിയലിലും അവസാനിക്കാതെ അത് കൊലപാതകത്തിൽ തന്നെ ഈ ഒരു ബന്ധം അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. എന്തായാലും പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രതി ഭീകര അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. പൊതുസ്ഥലത്ത് വെച്ചാണ് ഭാര്യ അതിക്രൂരമായി അയാൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. വളരെ കഷ്ടപ്പെട്ടാണ്, സാഹസികമായിട്ടാണ് പ്രതിയെ പോലീസ് കീഴടക്കിയത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. നേപ്പാളിലെ പ്രക്ഷോഭമൊക്കെ നമുക്കറിയാം. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒരുപാട് ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. പലയിടത്തു നിന്നും ആളുകൾ രക്ഷപ്പെടാനുള്ള ശ്രമിക്കുന്നുണ്ട്. നേപ്പാൾ പ്രക്ഷോഭത്തിനിടെ ഹോട്ടലിലെ 4ാം നിലയിൽ നിന്ന് കർട്ടനിൽ തൂങ്ങിയിറങ്ങുന്നതിനിടെ പിടിവിട്ട് വീണ് ഇന്ത്യക്കാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ഭർത്താവ് രംബീർ സിംഗിനൊപ്പമാണ് ഈ മാസം 7 രാജേഷ് ഗോല എന്ന 55 വയസ്സുകാരി കഠ്മണ്ഡുവിലെത്തിയത്. 9-ാം തീയതി പ്രക്ഷോഭകാരികൾ ഹോട്ടലിന് തീയിട്ടു. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ജീവൻ അപകടത്തിലായത്. രക്ഷപ്പെടാനായി അവർ 4ാം നിലയിൽ നിന്ന് കർട്ടനിൽ തൂങ്ങി താഴേക്കിറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ഭർത്താവ് അവരെ സഹായിച്ചു താഴേക്കിറങ്ങാനായി, പക്ഷേ പിടിവിട്ട് വീണുപോയി. ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നേപ്പാൾ പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായ ഏക ഇന്ത്യക്കാരിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുള്ള ദമ്പതികളാണിവർ. കഠ്മണ്ഡുവിലെ പശുപതിനാഥ് ക്ഷേത്രത്തിലേക്കാണ് ഇവർ പോയത്. ക്ഷേത്രം സന്ദർശിക്കാനായിരുന്നു ഇവർ പോയത്. ദുരന്തമുണ്ടായി 3-ാം ദിവസം ഭാര്യയുടെ മൃതദേഹവുമായി കഴിഞ്ഞ ദിവസമാണ് രംബീർ സിംഗിന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിച്ചത്. ആംബുലൻസിൽ ഉത്തർപ്രദേശിലെ സോനാവലി അതിർത്തി വഴി മൃതദേഹം ഗാസിയാബാദിൽ എത്തിക്കുകയായിരുന്നു. നേപ്പാളിനെ വലിയ രീതിയിൽ ഈ ഒരു പ്രക്ഷോഭം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് 51ഓളം പേർക്കാണ് ഈ ഒരു പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായത്. നമുക്കറിയാം, പ്രധാനമന്ത്രി രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. ജൻസി പ്രക്ഷോഭം അത് ആളിക്കത്തുകയാണ്, ഒരു അയവുമില്ലാതെ തുടരുകയാണ്. അതിനിടയിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യവും കൂടി. 36 പേർ കഠ്മണ്ഡുവിലും 17 പേർ രാജ്യത്തിലെ മറ്റു ഭാഗങ്ങളിലുമായിട്ടാണ് മരിച്ചത്. 1700ഓളം പേർക്കാണ് ഈ പ്രക്ഷോഭത്തിൽ പരിക്കേറ്റത്.
തിങ്കളാഴ്ച പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ പോലീസ് വെടിവയ്പ് നടത്തിയിരുന്നു. ഇതിൽ 19ഓളം പേർ കൊല്ലപ്പെട്ടത് വിദ്യാർത്ഥികളാണ്. മാത്രമല്ല മൃതദേഹങ്ങൾ ഇന്നലെ മുതൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ സ്ഥിതി ശാന്തമായി എന്ന് കരുതി ശാന്തമായി കാഠ്മണ്ഡുവിൽ കഴിഞ്ഞ ദിവസം കടകളൊക്കെ തുറന്ന് സാധാരണ ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഗതാഗതമൊക്കെ പുനരാരംഭിച്ചിരുന്നു. എന്തായാലും പ്രക്ഷോഭം കനത്തതോടെ പിന്മാറിയ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനുകളിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല കാഠ്മണ്ഡു സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇന്ത്യൻ ടൂറിസ്റ്റ് ബസ്സിന് നേരെയും പ്രക്ഷോഭകാരികൾ കല്ലെറിഞ്ഞു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സോനാവലിയിൽ 9-നാണ് UP നിന്നുള്ള യാത്രാ സംഘത്തിന് നേരെ ഇത്തരത്തിൽ ഈ പ്രക്ഷോഭകാരികൾ കല്ലെറിയുന്ന സാഹചര്യമുണ്ടായത്. ഈ കല്ലേറിൽ പരിക്കേറ്റു ചിലർക്ക്. അവരെ കാഠ്മണ്ഡുവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ എംബസി ഇടപെട്ടു. പ്രത്യേക വിമാനത്തിൽ മറ്റ് യാത്രക്കാരെ മടക്കി അയക്കുകയും ചെയ്തു. അക്രമ സംഭവങ്ങളിൽ ഹോട്ടൽ മേഖലയ്ക്ക് 2500 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. നേപ്പാളിലെ 2 ഡസനോളം പ്രമുഖ ഹോട്ടലുകൾ തകർന്നു. ഹിൽട്ടൺ ഹോട്ടലിൽ മാത്രം 800 കോടിയുടെ നഷ്ടമുണ്ടായി. എന്തായാലും നേപ്പാളിൽ കുടുങ്ങിയ വിദേശികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ നേപ്പാൾ പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. വിസ കാലാവധി തീരുന്നവർക്ക് അത് നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് അരങ്ങേറിയത്. അതേസമയം നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ ദിവസം പാലക്കാട് നെന്മാറയിൽ ഉണ്ടായ ഒരു വാർത്തയാണ്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് കാമുകിയെയും അച്ഛനെയും ആക്രമിച്ച യുവാവ്. പാലക്കാട് നെന്മാറയിലാണ് കാമുകിയെയും അച്ഛനെയും യുവാവ് വീട്ടിൽ കയറി വെട്ടിയത്. മേലാർക്കോട് സ്വദേശി ഗിരീഷാണ് പ്രതി. സ്വകാര്യ ബസ് ജീവനക്കാരനായിരുന്നു പ്രതി. 22കാരിയുമായി ഇയാൾ 4 വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു. 1.5 വർഷം മുമ്പ് യുവതി വിദേശത്ത് ജോലിക്ക് പോയി. ഗൾഫിൽ അക്കൗണ്ടന്റ് ജോലി നേടിയായിരുന്നു യുവതി വിദേശത്തേക്ക് പോയത്. നാട്ടിൽ അവധിക്ക് വന്ന യുവതിയോട് ഗിരീഷ് വിവാഹകാര്യം സംസാരിച്ചു. എന്നാൽ ബസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഗിരീഷിന്റെ മൊഴി. സഹായം ചെയ്തത് താനാണ്. വിദേശത്ത് ജോലി കിട്ടിയതോടെ അവൾ തന്നെ ഒഴിവാക്കാൻ നോക്കിയെന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഗിരീഷ് 22കാരിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഗിരീഷിന്റെ കയ്യിൽ യുവതിയുടെ പേരും മുഖവും പച്ച കുത്തിയിട്ടുണ്ട്. വൈകിട്ട് മദ്യലഹരിയിലാണ് ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത്. ശേഷം കിടപ്പുമുറിയിലുണ്ടായിരുന്ന യുവതിയെ വെട്ടുകയായിരുന്നു. തടയാൻ അച്ഛൻ ഓടിയെത്തി. അച്ഛനെയും ഇയാൾ വെട്ടുകത്തി കൊണ്ട് വെട്ടി. കൈക്കും മുതുകിനുമാണ് യുവതിക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവർ നെന്മാറ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ആലത്തൂർ പോലീസ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് ആണ് റിമാൻഡ് ചെയ്തത്. പ്രണയത്തിന് പിന്നാലെ വിദേശത്തേക്ക് പോയ യുവതിക്ക് തിരിച്ചു വന്നതോടെ ബസ് ഡ്രൈവറായ തന്നെ വേണ്ടാതായി എന്നാണ് ഗിരീഷ് പറയുന്നത്. പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മൊഴി കൂടി വരേണ്ടതായിട്ടുണ്ട്. യുവതി വിദേശത്ത് പോയ ശേഷം തന്നോട് അകലം പാലിച്ചെന്നും പ്രതി കുറ്റപ്പെടുത്തി. നാട്ടിൽ അവധിക്ക് വന്ന യുവതിയോട് ഗിരീഷ് വിവാഹകാര്യം സംസാരിച്ചപ്പോൾ പറ്റില്ല എന്ന മറുപടിയായിരുന്നു. തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും വ്യക്തി പോലീസിനോട് പറയുകയുണ്ടായി. എന്തായാലും അതിക്രൂരമായ ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. തലനാരിഴയ്ക്ക് 2 ജീവനുകൾ രക്ഷപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.